നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകം ഭീതിയോടെയാണ് കൊറോണ വൈറസിനെ കണ്ടിരുന്നത് തന്നെ. എന്നാൽ ഇങ്ങനെയൊക്കെയും കൊറോണ വൈറസ് ആൾക്കാരെ സ്വാധീനിക്കുമെന്ന് കരുതിയിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ പിടിച്ചുലയ്ക്കുമെന്നും കരുതിയിരുന്നില്ല. കൊറോണ ദുബായിയെയും പിടിച്ചുലയ്ക്കുകയാണ്. കടുപ്പിച്ച് സ്വർണ്ണവില. കാരണം കൊറോണ വൈറസ്. സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നിരിക്കുകയാണ്. ദുബായിൽ ഇന്നലെ ഗ്രാമിന് 187.25 ദിർഹമായിരുന്നു നിരക്ക്. അതായത് 3650 രൂപ. വാച്ചടക്കം 196.5 ദിർഹം, അതായത് 3832 രൂപ. 5% വാച്ചടക്കം പവന് 1573 ദിർഹം, അതായത് 30,673 രൂപ. ഇങ്ങനെ നൽകണം. ആഭരണമാണ് വാങ്ങുന്നതെങ്കിൽ 3% മുതൽ പണിക്കൂലി കൂടി വരാം. നാട്ടിലെ വിലയുമായി കണക്കാക്കുമ്പോൾ 10% കുറവുണ്ടാകുമെന്ന് വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി ഓരോ ദിവസവും സ്വർണ്ണവില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടാൻ സാധ്യതയുള്ളതിനാൽ പലരും ഇപ്പോൾ സ്വർണം വാങ്ങാനെത്തുന്നുമുണ്ട്. വിവാഹ സീസൺ ആയതിനാൽ കടകളിൽ തിരക്ക് കൂടുതലാണ്. കടകളിൽ മുൻകൂർ ബുക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതേസമയം ചൈനയിലെ കൊറോണ വൈറസ് ഭീഷണിയുടെ പ്രതിഫലനമാണ് രാജ്യാന്തര തലത്തിൽ കാണുന്നതെന്ന് IBMC സിഇഒയും MDയുമായ PK സജിത് കുമാർ പറയുകയുണ്ടായി. നിക്ഷേപകർ ഓഹരികളിൽ നിന്ന് പിൻവാങ്ങി സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നു. ഇത് രാജ്യാന്തര തലത്തിൽ ഓഹരി വിപണികളെ ബാധിക്കുകയും ചെയ്തു. പല കമ്പനികളുടെയും ഈ വർഷത്തെ ആദ്യപാദ ഇടപാടുകളെ ഇത് ബാധിച്ചേക്കുമെന്നും ആശങ്കയും ശക്തമാണ്. പല സെൻട്രൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നിക്ഷേപം സ്വർണത്തിലേക്ക് മാറ്റുമെന്നും റിപ്പോർട്ടുണ്ട്. സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കാണുന്നു. ഈ സാഹചര്യത്തിൽ ഇനിയും സ്വർണ്ണവില കൂടും. നിലവിലെ സാഹചര്യം വരും ആഴ്ചകളിൽ ഇന്ത്യൻ രൂപയെ ബാധിച്ചേക്കുമെന്നതിനാൽ RBI ഇടപെടൽ ആവശ്യമായി വന്നേക്കും. രാജ്യാന്തര തലത്തിലുള്ള സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറയുമെന്നാണ് IMF, വേൾഡ് ബാങ്ക് മുന്നറിയിപ്പ്. രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതാവസ്ഥ ആശങ്ക ജനിപ്പിക്കുന്നതായി IMF MD ക്രിസ്റ്റീന ജോർജിവ പറയുകയുണ്ടായി. ആപ്പിൾ ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികളുടെ വരുമാനത്തെയും ബാധിക്കുമെന്നാണ് റിപ്പോർട്ട്. US ചൈന വ്യാപാര യുദ്ധം തുടരുന്നതും ഇതിനോടകം തന്നെ വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. എന്തായാലും ദുബായിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ സ്വർണ്ണവില കൂടിയിരിക്കുകയാണ്. സമയം ഏറെ ചിലവഴിക്കാതെ സ്വർണം വാങ്ങി കരുതിക്കൊള്ളുക. സ്വർണം വാങ്ങുമെന്ന് ഉറപ്പുള്ളവർ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.